ദക്ഷിണ ചൈനയിലെ ഗ്വാങ്സി ഷുവാങ് സ്വയംഭരണ പ്രദേശത്ത് വീശിയടിച്ച മെയ്സാക് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ പ്രളയത്തിൽ ഒന്നിലധികം ഡാമുകൾ തകർന്നു. ജനവാസ മേഖലകളിലേക്ക് വെള്ളം കുതിച്ചെത്തിയതോടെ നൂറുകണക്കിന് ആളുകളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നതിനാൽ വൻ ദുരന്ത സാധ്യതയാണ് അധികൃതർ പ്രവചിക്കുന്നത്. ജൂലൈ 3 മുതൽ ചൈനയുടെ തെക്കൻ പ്രദേശങ്ങളിൽ മെയ്സാക് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴ ഗ്വാങ്സിയിലെ പല പ്രദേശങ്ങളിലും കടുത്ത പ്രളയത്തിന് കാരണമായി. ഇതേ തുടർന്ന് ഹെങ്ഷൌ നഗരത്തിലെ ലിയുലാൻ, യുൻബിയാവോ എന്നീ പ്രധാന ജലസംഭരണികളുടെ ഡാമുകളാണ് പ്രളയജലത്തിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ തകർന്നത്. ഇതിനു പുറമെ തൊട്ടടുത്തുള്ള ബിൻയാങ് കൌണ്ടിയിലെ ലിയുവാങ് ജലസംഭരണിയിലും അപകടകരമായ രീതിയിൽ പ്രളയജലം കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡാമുകൾ തകർന്നതോടെ പ്രദേശത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രാദേശിക ഭരണകൂടം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. ചൈനീസ് എമർജൻസി മാനേജ്മെന്റ് വിഭാഗം, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, ജലവിഭവ വകുപ്പ് എന്നിവയിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ ദുരന്ത മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പെട്ടുപോയ ജനങ്ങളെ ബോട്ടുകളിലും മറ്റ് അത്യാധുനിക സംവിധാനങ്ങളിലും സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റുകയാണ്. യുൻബിയാവോ, സിയാവോയി തുടങ്ങിയ നഗരങ്ങളിൽ താൽക്കാലിക കമാൻഡ് സെന്ററുകൾ തുറന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഡാമുകളിൽ നിന്നുള്ള പ്രളയജലം യുൻബിയാവോ നദിയിലൂടെ ഒഴുകി വലിയ നദിയായ യുജിയാങ്ങിലേക്കാണ് ചെന്നെത്തുന്നത്. അതിനാൽ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവരോടും അതീവ ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന ജൂലൈ 8 വരെ മേഖലയിൽ ശക്തമായ മഴ തുടരുവാൻ സാധ്യതയുണ്ട്. ഇത് നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട അധികൃതർ കൂടുതൽ രക്ഷാപ്രവർത്തകരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. തകർന്ന ഡാമുകളുടെ ഘടന പരിശോധിക്കുവാനും താൽക്കാലിക തടയണകൾ നിർമ്മിച്ച ഒഴുക്ക് നിയന്ത്രിക്കുവാനുമുള്ള ശ്രമങ്ങളും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്.